വലിയ തിരക്കില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ചേട്ടൻ്റെ മതസൗഹാർദ്ദം പൂത്തുലയുന്ന ഈ ഒരു വീഡിയോ ഒരൊറ്റ മിനിറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷത്തിന്റെയും മർമാദത്തിന്റെയും അവസാനിക്കാത്ത മൂടുത്സവം, മറ്റൊരു ഭാഗത്ത് മരണത്തോടുകൂടി എല്ലാ മൂടും അവസാനിച്ച ഒരു സാധുവായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പര്യവസാനത്തിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇത് രണ്ടും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യരായി നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കിനി വിഷയത്തിലേക്ക് പോവാം. ഈ താലിബാനോളി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇത് നല്ല ഒന്നാന്തരം പച്ചവർഗീയവാദം തന്നെയാണ്, പച്ചവർഗീയത തന്നെയാണ് ഈ താലിബാനോളി വിളിച്ചു പറയുന്നത്. ഇത് ഓണത്തിന് എതിരെയുള്ള പച്ചവർഗീയത തന്നെയാണ്. ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സഹോദരങ്ങൾ, മുസ്ലിം സഹോദരിമാർ ഒരു ഭാഗത്ത് ആഘോഷിക്കുന്നു, മറുഭാഗത്ത് ഈ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയിൽ വളരെ ആകസ്മികമായിട്ട് തന്നെ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നു. അപ്പം ഈ ആഘോഷവും മരണവും ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഏത് മതത്തിലാണെങ്കിലും ശരി ആ മതത്തിൻ്റെ അതിരുകളും അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ എതിർക്കപ്പെടേണ്ടതാണ്, അത് തിരുത്തി കൊടുക്കേണ്ടതുമാണ്. അത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. സുഹരി ഉസ്താദ് പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്, അല്ലാതെ മുസ്ലിമിൻ്റെ പേര് വെച്ചുകൊണ്ട് ആർക്കോ വേണ്ടി അമ്മായിപ്പണി എടുക്കുന്ന നിന്നെപ്പോലെയുള്ളവരോടല്ല എന്ന് നീ ആദ്യം തിരിച്ചറിയണം. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒരു ഭാഗത്ത് ആഘോഷമാണ്, മറുഭാഗത്ത് മരണം മണക്കുന്ന ആഘോഷമാണ്. എന്താണെങ്കിലും നമ്മുടെ ഈ അതിര് വിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളുമെല്ലാം ഒരു പക്ഷേ മരണസ്മരണയിലൂടെ നമുക്കതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സാരോപദേശമാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇത് താലിബാനിസമാണെന്നും തീവ്രവാദമാണെന്നും വർഗീയതയാണെന്നും നിനക്ക് തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ? അൻസാരി ദുഹരി ഉസ്താദിൻ്റെ തലയിലെ തലയെക്കെട്ടും അദ്ദേഹത്തിൻ്റെ താടിയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഇസ്ലാം എന്ന മതവുമാണ്. അതെല്ലാവർക്കും വളരെ വ്യക്തമായ കാര്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ? നിൻ്റെ തല ഇങ്ങനെ 90 ഡിഗ്രി ചരിച്ചിങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് ഒരു ഭാഗം മാത്രം ഇങ്ങനെ തീവ്രവാദമായിട്ട് നിനക്ക് തോന്നുന്നത്. നിനക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ ദേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുന്നേ. ജനങ്ങൾ പറയട്ടെ ആരാണ് വർഗീയത പറയുന്നതെന്ന്. ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എൻ്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. ആത്മനിറവ് പ്രാപിച്ച ദൈവമൈതലേ, ഇതൊക്കെ ആചരിച്ച് ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലി കടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനം